ഒരു വ്യക്തിയെ സംബന്ധിച്ച് കോൺഫിഡൻസ് ആയിട്ടിരിക്കുക, കോൺഫിഡൻസോടുകൂടി സംസാരിക്കുക, മറ്റുള്ളവരെ കോൺഫിഡൻസോടുകൂടി ഫേസ് ചെയ്യുക. അതാണ് അദ്ദേഹത്തിനെ വളരാൻ സഹായിക്കുന്നത്. ഹായ്, ഞാൻ ഷാജി കുര്യൻ ഫ്രം സോഷ്യോപ്രീനിയർ. എങ്ങനെ നമ്മൾക്ക് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാം? കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ വളരെയധികം മാർഗങ്ങളുണ്ട്. കോൺഫിഡൻസ് ബിൽഡ് ചെയ്താൽ എന്താണ് പ്രയോജനങ്ങൾ? എങ്ങനെ നമ്മൾക്ക് അത് ബിൽഡ് ചെയ്യാം? ഒന്നാമത്തെ കാര്യം, നമ്മൾ സമൂഹത്തെ ഫേസ് ചെയ്താണ് നമ്മൾ ജീവിക്കുന്നത്. സമൂഹമായിട്ട് ഇടകലർന്നാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. നമ്മളെല്ലാവരും മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് ആണ് ജീവിക്കുന്നത്. പരസ്പരം ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഒരു ജീവിയാണ് മനുഷ്യർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ വളർച്ചയെ സഹായിക്കുന്നത് എങ്ങനെ നമ്മൾ മറ്റുള്ളവരെ ഡീൽ ചെയ്യുന്നു, മറ്റുള്ളവരുമായിട്ട് എങ്ങനെ നമ്മൾ സഹകരിച്ച് ജീവിക്കുന്നു എന്നതിനെ അനുസരിച്ചാണ്. അപ്പോൾ അവിടെ കോൺഫിഡൻസ് വളരെയധികം പ്രയോജനപ്പെടുന്നു. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ പബ്ലിക് സ്പീക്കിംഗ് നടത്തി കഴിയുമ്പോൾ നമുക്ക് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ സാധിക്കും. നമ്മൾ സമൂഹത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ സംസാരിക്കുന്ന പൊളിറ്റീഷ്യൻസ്, അവർക്ക് വളരെ കോൺഫിഡൻസോടുകൂടി സംസാരിക്കാൻ സാധിക്കുന്നു. അത് ആ പബ്ലിക് സ്പീക്കിംഗിൽ കൂടിയാണ് അവർ അത് നേടിയെടുത്തത്. അവർ എന്ത് സംസാരിക്കുകയാണെങ്കിലും വളരെ കോൺഫിഡൻറ്റോടുകൂടി സംസാരിക്കുന്നു, അവരെ ആളുകൾ ഫോളോ ചെയ്യും. ഇനി നമ്മൾ നോക്കുക, സിനിമയിൽ ആക്ട് ചെയ്യുന്ന ആക്ടേഴ്സ്, അവർക്ക് എന്തുകൊണ്ട് കൂടുതൽ വരുമാനം കിട്ടുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ തന്നെയാണ് അവരുടെ ഡയലോഗ്സ് പറയുന്നത്. ആ ഡയലോഗ് എത്ര നീളത്തിൽ പറയാൻ സാധിക്കുന്ന വ്യക്തി, അതൊരു വലിയ ഒരു അസറ്റാണ് അവരെ സംബന്ധിച്ച്. അതുപോലെ നമ്മൾ പബ്ലിക് സ്പീക്കിംഗ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ സാധിക്കും. അതൊരു പോർഷൻ ആണ്. ഇനി അടുത്തത് എന്ന് പറയുന്നത്, നമ്മൾ ഇങ്ങനെ മറ്റുള്ളവരോട് നല്ല രീതിയിൽ സംസാരിക്കണമെങ്കിൽ നമ്മൾ നല്ല നല്ല കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. പബ്ലിക് സ്പീക്കിംഗ് പഠിച്ചതുകൊണ്ട് കാര്യമില്ല. നെഗറ്റീവായ കാര്യങ്ങളാണ് നിങ്ങൾ തുടർച്ചയായിട്ട് പറയുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു വിലയും ലഭിക്കുകയില്ല. അതേസമയം മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ പോസിറ്റീവായ കാര്യങ്ങൾ എന്താണോ അത് നമ്മൾ കൊടുക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ നമ്മൾക്ക് സമൂഹത്തിൽ ഒരു വിലയുണ്ടാവും. അപ്പോൾ ആദ്യം നമ്മൾ പോസിറ്റീവായി മാറുക എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും വലിയ. നല്ല രീതിയിൽ ചിന്തിക്കാൻ സാധിക്കുക, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക, നമ്മൾ പോസിറ്റീവായി മാറുക. സമൂഹത്തിലേക്ക് നോക്കിക്കഴിയുമ്പോൾ എല്ലാം നന്മ കാണാൻ എപ്പോൾ സാധിക്കുന്നു, അങ്ങനെയാണ് ഒരു വ്യക്തിക്ക് പോസിറ്റീവായി മാറാൻ സാധിക്കുക. മറ്റുള്ളവരിലും ആദ്യമേ നമ്മളിൽ പോസിറ്റിവിറ്റി കണ്ടെത്തുക, മറ്റുള്ളവരിൽ പോസിറ്റിവിറ്റി കണ്ടെത്തുക. ഈ നേച്ചറിൽ സംഭവിക്കുന്ന എല്ലാം പോസിറ്റീവായിട്ട് കാണാൻ നിങ്ങൾക്ക് സാധിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്ലോലി നമ്മൾ പോസിറ്റീവായി മാറുന്നുണ്ടാവും. അങ്ങനെ നമ്മൾ പോസിറ്റീവായി മാറിക്കഴിയുമ്പോൾ നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം വളരെ പോസിറ്റീവായിരിക്കും. പല നെഗറ്റീവ് കാര്യങ്ങളും നമ്മൾ കാണാതെ തന്നെ അത് വിട്ടുപോകും, കാണേണ്ട ആവശ്യമില്ല. ഈ ഭൂമിയിൽ പോസിറ്റിവിറ്റിയും നെഗറ്റിവിറ്റിയും, ഇപ്പൊ സപ്പോസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നേച്ചർ നമ്മൾക്ക് തരുന്ന ഒത്തിരി ദുരനുഭവങ്ങൾ നമ്മൾക്കുണ്ടാവും. വെള്ളപ്പൊക്കമായിട്ടും പകർച്ചവ്യാധികളായിട്ടും ഉള്ള കാര്യങ്ങൾ പലതും വരുന്നുണ്ടാവും. നേച്ചറിൽ സംഭവിക്കുന്ന ഒരു കാര്യത്തിലും ഒരു മനുഷ്യനും ഒരു കൺട്രോളും ഇല്ല, ഒന്നും നമുക്ക് ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് ആദ്യമേ മനസ്സിലാക്കിയാൽ, പ്രകൃതി തരുന്ന എന്തിനേയും നമ്മൾ ഒരു നന്മയോടുകൂടി കാണാൻ സാധിച്ചാൽ അതായിരിക്കും നിങ്ങൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ കാര്യം. ഒരു ദുരന്തം സംഭവിച്ചു, പ്രകൃതിയിൽ എന്തെങ്കിലും പ്രശ്നം പറ്റി, ഒരു വെള്ളപ്പൊക്കം ഉണ്ടാക്കി, മനുഷ്യർ മാത്രമാണ് ഈ ഭൂമിയിലുള്ള ജീവജാലങ്ങളിൽ അതിനൊരു പ്രതിവിധി കണ്ടത്. ഒരു ദുരന്തം ഉണ്ടായതിനു ശേഷം പിന്നീട് ഉണ്ടാകാതിരിക്കാനുള്ള മാർഗങ്ങൾ നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാം. പക്ഷെ നമ്മളറിയാതെ വരുന്ന ഒരു കാര്യത്തെക്കുറിച്ചും നമ്മൾ വറി ചെയ്തിട്ടൊരു കാര്യമില്ല എന്ന് ആദ്യമേ മനസ്സിലാക്കുക. അത് നമ്മളൊരു പോസിറ്റീവ് മൈൻഡ് സെറ്റിലേക്ക് എത്തിയാൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. സോ എല്ലാം വരുന്നതിനെല്ലാം അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു മെന്റാലിറ്റിയിലേക്ക് നമ്മൾ എത്തണം. അതുപോലെ തന്നെ നമ്മൾ സമൂഹത്തിലുള്ള ഓരോരുത്തരും വ്യത്യസ്തരായ ആളുകളാണ് എന്നും, ആരും ഒരു മോശക്കാരല്ല എന്നും, ആരും ഒരു തെറ്റ് ചെയ്യുന്നില്ല എന്നും, അവരവരുടെ സിറ്റുവേഷനാണ് അവരവരെ ആ രീതിയിലേക്ക് മാറ്റുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സോ എല്ലാ കാര്യങ്ങളിലും നന്മ കണ്ടെത്താൻ ശ്രമിക്കുകയും, അങ്ങനെ കണ്ടെത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ സംഭവിക്കും. എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും, ഇപ്പൊ പലരും പറയും നമ്മൾ ജീവിതത്തിൽ പുറമേക്ക് നോക്കുമ്പോൾ ചില ആളുകൾക്ക് കഷ്ടപ്പാടുകൾ, ചില ആളുകൾ നല്ല രീതിയിൽ ജീവിക്കുന്നു. അങ്ങനെയൊക്കെ നോക്കിക്കഴിയുമ്പോൾ എന്തുകൊണ്ട് പ്രകൃതി നമ്മൾക്ക് ഇങ്ങനെയെല്ലാം തരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യമുള്ളൂ. മറ്റുള്ളവർക്കുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ നോക്കിക്കണ്ട് നിങ്ങൾക്ക് അത് ഇല്ലല്ലോ എന്ന് തോന്നി നിങ്ങൾ സ്വയം ചിന്തിക്കുക, എന്തെല്ലാം നന്മകളാണ് എനിക്ക് ഉള്ളത് എന്ന് ചിന്തിക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ അതാണ് നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ എഡ്യൂക്കേഷൻ. പല പ്രശ്നങ്ങളും നിങ്ങൾക്ക് പുറമേ കാണാൻ സാധിക്കും, ചിലർക്ക് വളരെ ബുദ്ധിമുട്ടുകൾ നേരിടുന്നതാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുപോലുള്ള പ്രശ്നങ്ങൾ എനിക്കില്ലല്ലോ, എന്തെല്ലാം നന്മയാണ് എനിക്ക് തന്നിരിക്കുന്നത്. ഈ പ്രകൃതി തന്നിരിക്കുന്ന നന്മയുടെ ഒരു അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസിന്റെ ഒരു ലിസ്റ്റ് നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങളായിരിക്കും ഈ ഭൂമിയിലുള്ള ഏറ്റവും വലിയ സമൃദ്ധി ഉള്ള വ്യക്തി എന്ന് ഞാൻ പറയും. നിങ്ങൾക്ക് 2 കൈകളുണ്ട്, കാലുകളുണ്ട്, കണ്ണുകളുണ്ട്, നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്നു, നിങ്ങൾക്ക് സംസാരിക്കാൻ സാധിക്കുന്നു. അതെല്ലാം പ്രകൃതി നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരു നന്മയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചാൽ അതാണ് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഏറ്റവും വലിയ മാറ്റം. സോ എല്ലാത്തിനും പോസിറ്റീവായിട്ട് കാണുക, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക, നെഗറ്റീവായ സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്ത് അതിൽ നിന്ന് മാറുക. മനുഷ്യർ പലതരത്തിലുള്ള ആളുകളാണ്. നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളെ നല്ല രീതിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക്
വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാം. സോ അതുകൊണ്ട് ഞാൻ പറയുന്നു, നിങ്ങൾ സെർച്ച് ചെയ്താൽ മാത്രമേ അത് ലഭിക്കുകയുള്ളൂ. നിങ്ങൾ എപ്പോൾ നിങ്ങൾക്കൊരു മാറ്റം വരണം എന്ന് ചിന്തിച്ചു തുടങ്ങുന്നു, അവിടെയാണ് നിങ്ങൾക്ക് ലഭിക്കാവുന്ന ഒരു മാറ്റം. അതൊരു പ്രശ്നങ്ങളിൽ കൂടിയായി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നമായിരിക്കാം നിങ്ങൾക്ക് ആ ഒരു ടേണിംഗ് പോയിന്റ് ക്രിയേറ്റ് ചെയ്ത് തരുന്നത്. ആ ടേണിംഗ് പോയിന്റ് സംഭവിച്ചു കഴിയുമ്പോൾ, നിങ്ങൾക്കൊരു പ്രശ്നം സംഭവിച്ചു കഴിയുമ്പോൾ അവിടെ തളരാതെ എനിക്ക് എങ്ങനെയെങ്കിലും മാറ്റം വരണം, ഇതിൽ നിന്നും വ്യത്യാസം വരണം എന്നൊരു തോന്നലുണ്ടായി കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരും. നിങ്ങൾ അതിനുവേണ്ടി സെർച്ച് ചെയ്യും, നിങ്ങളത് കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി പ്രകൃതി നിങ്ങളെ അതിലേക്ക് എത്തിക്കുന്നു. സോ സ്റ്റേ ട്യൂൺഡ്. ഐ എം സൈനിങ് ഓഫ്. നിങ്ങൾക്കൊരു നല്ല കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാൻ ഞാൻ സഹായിക്കുന്നുണ്ടാവും. താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തുകൊണ്ട് നല്ലൊരു പോസിറ്റീവായിട്ട് ചിന്തിക്കുകയും നല്ല നല്ല കാര്യങ്ങൾ സമൂഹത്തിന് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കും. താങ്ക് യു. നമ്മൾക്ക് ഇനിയും കാണാം.